ഹായ് ഗൈസ്, ഈഗിൾ ഹിയർ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ആദ്യം ഇത് പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. പിന്നീട് ആലോചിച്ച് ഇപ്പം ആൾക്കാർ ഒരു സ്ട്രീമിംഗ് ഫെയിമിനും അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുന്നതിനൊക്കെ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോന്ന് കണ്ടിട്ട് പറയാതിരിക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലെത്തി കുറച്ച് ദിവസങ്ങളായിട്ട്. ആൻഡ് ഇതിനു മുമ്പ് നിങ്ങൾ ഓൾറെഡി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ഞാൻ ഇപ്പം എല്ലാവരും ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു സ്ട്രീമർ ആവാൻ വേണ്ടി ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പൊ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാവരെ പോലെ ഒരു ക്രിയേറ്റർ ആവണം, മറ്റേ ഫോളോവേഴ്സ് ഒക്കെ വേണം, വണ്ടി മേടിക്കണം, കാശ് വേണം, അങ്ങനത്തെ ഒരു ഇതിലോട്ട് വന്ന് എല്ലാവരും അതിനുവേണ്ടി ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക ഗൈസ്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാം, ഇപ്പം നിങ്ങൾ ഈ ഫെയിമിൽ നിൽക്കുന്ന ആയിട്ട് കാണുന്നതായിട്ടുള്ള സ്ട്രീമേഴ്സ് ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇവരൊന്നും നേരെ വന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി മാത്രം ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റിയതോ ഇഷ്ടം പിടിച്ചു പറ്റിയതോ ഫോളോവേഴ്സ് പിടിച്ചു പറ്റിയതോ ആയിട്ടുള്ള ആൾക്കാരല്ല. അത് നിങ്ങളുടെ വെറും തെറ്റായ ചിന്താഗതിയാണ്. നേരെ വന്നിട്ട് ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരെ മോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സമൂഹത്തിൽ ഡിസ്കഷൻ ആവുന്ന എന്ത് ആക്ടിവിറ്റി വേണേലും എത്ര എക്സ്ട്രീം ചെറ്റത്തരം കാണിച്ചിട്ടാണെങ്കിലും റീച്ച് ഉണ്ടാക്കി ഒരു സ്ട്രീമിംഗ് ചാനൽ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകുക എന്നുള്ളൊരു സാധനം അതിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആയിട്ട് സ്ട്രീം ചെയ്തും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തും ഒക്കെയാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ അതിലേക്ക് എത്തിയത്. ഞാൻ തന്നെ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് ഞാൻ സ്ട്രീമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടിയത് പോലും ഒരു 3-4 വർഷം മുമ്പാണ്. എന്നെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരൊക്കെ റീൽസിലൊക്കെ എൻ്റെ അടുത്ത് പറയാറ്, ഞാൻ കമന്റ് ഇടുന്ന ഓരോരുത്തരൊക്കെ എന്നെ കൊണ്ട് കാണിക്കാറുണ്ട്, വീഡിയോയുടെ അടിയിൽ മറ്റേ താറാവിനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ. ഇത് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരാണ്, മറ്റേ റീൽസിൽ കാണുന്ന ചേട്ടനല്ലേ. ഞാൻ എന്റെ സ്ട്രീം കാറ്റഗറി എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ് ഗൈസ്. ഞാനൊരു ഇത്രയും വർഷമായിട്ട് ഇനി പറയുന്നത് ഗെയിമാണ് ഞാൻ സ്ട്രീം ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് വല്ലപ്പോഴും എങ്കിലും ഡിസ്കോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാർ കട്ട് ചെയ്തിടുന്നത്. ഞാൻ